ഗ്രാമം വളരെ ചെറുതാണ്, പക്ഷേ സ്വപ്നം വലുതാണ്. രാവിലത്തെ വെയിലിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. ഇവിടെ കഥ ഓരോ വീട്ടിൽ നിന്നും തുടങ്ങുന്നു. ചില സമയങ്ങളിൽ ചിരിപ്പിക്കും, ചില സമയങ്ങളിൽ പഠിപ്പിക്കും. പക്ഷേ സത്യം പറയേണ്ട സമയം വരുമ്പോൾ അതുപോലുള്ള സമയങ്ങളിലാണ് ഈ കസേര എല്ലാം പറയുക. മഴ നിറഞ്ഞ രാത്രിക്ക് ശേഷം ഗ്രാമത്തിൽ ഒരു തെളിവായ മനോഹരമായ പുലർച്ചെ വരികയാണ്. പക്ഷികളുടെ ശബ്ദം, വിരിഞ്ഞ പൂവുകളുടെ മണം. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നെ ഓഫീസിലേക്ക് പോകുന്നവർ ജോലി ചെയ്യാനുള്ള ആഗ്രഹത്തോടെ പോവുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഗ്രാമം നോർമലായാണ് തോന്നുന്നത്. പക്ഷെ ഈ ഗ്രാമത്തിൽ ഒരു ചില കാര്യങ്ങളുണ്ട്, അതൊരിക്കലും മാറാറില്ല. റോഡ് മുഴുവനും കുഴികൾ നിറഞ്ഞതായിരുന്നു, പിന്നെ ചേറുകൊണ്ട് നിറഞ്ഞതാണ്. പിന്നെ സ്കൂൾ ബിൽഡിംഗ് ഉടഞ്ഞു വീഴുന്ന അവസ്ഥയിലാണുള്ളത്. ബസ് ഒന്നും ശരിയായ സമയത്ത് വരാറില്ല. പിന്നെ പെണ്ണുങ്ങൾ വെള്ളം പിടിക്കുന്നതിനു വേണ്ടി പൈപ്പിൽ വലിയ ക്യൂവിൽ നിൽക്കുകയാണ്. ഈ സാധാരണമായ വിഷമങ്ങൾ കൂട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഈ കഥ ആരംഭിക്കുന്നു. വിമൽ ഈ ഗ്രാമത്തിലുള്ള ഒരു പാൽക്കാരനാണ്. തന്റെ ദിവസം അദ്ദേഹം തുടങ്ങുന്നു. പശുവിന്റെ ചാണകം അദ്ദേഹം വൃത്തിയാക്കുകയാണ്. പിന്നെ പാൽ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽക്കൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ബ്രിജ് ഭൂഷൽ നിൽക്കുകയാണ്. വിമൽ മരത്തിലുള്ള തുറപ്പ കൊണ്ട് പുല്ലുകളൊക്കെ വൃത്തിയാക്കുകയാണ്. പിന്നെ അദ്ദേഹം വെള്ളം ഉപയോഗിച്ചില്ല. എന്താടാ എന്ത് പറ്റി? രാവിലെ ടാപ്പില് വെള്ളം വരുന്നില്ലേ? ചേട്ടാ എന്ത് പറയാനാ, ഇന്ന് എന്റെ ഭാര്യയ്ക്ക് കാലിൽ മുറിക്കെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവളെ കൊണ്ട് വെള്ളം പിടിക്കാൻ പോകാൻ പറ്റില്ല. പിന്നെ നീ പോവാമല്ലേ? പോയിട്ടുണ്ടാവാം, പക്ഷെ എന്നെ കൊണ്ട് വേഗം എണീക്കാൻ പറ്റില്ല. ഞാൻ അവിടെ പോയപ്പോൾ വെള്ളം നിന്ന് പോയി. എന്താ ഇത്? എന്ന് വെച്ചാൽ ദിവസം മുഴുവനും ഇങ്ങനെ തന്നെയാണോ? ഇന്നലെ വെള്ളത്തിൽ കുറച്ചും ബാക്കിയുണ്ട്, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ മറ്റുള്ള കാര്യത്തിന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം ക്ഷീണമായി പോയി. നീ ശരിയാണ് പറഞ്ഞത്. തലവൻ സാറ് പറഞ്ഞല്ലേ ഇലക്ഷനിൽ ജയിച്ചതിന് ശേഷം എല്ലാ വീട്ടിനും വെള്ളം മാറുമെന്ന്. അദ്ദേഹം അത് പറഞ്ഞ് 5 കൊല്ലങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. സത്യം പറയണമെങ്കിൽ ഇതാണ് വലിയ പ്രശ്നം. നമ്മളുടെ വീട്ടിലേക്ക് വെള്ളം വരുന്നത് നമ്മളുടെ ഉரிമയല്ലേ? അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അജയ്, അവന് 30 വയസ്സാണ്, അതുവഴി വരികയായിരുന്നു. ബ്രിജ് ഭൂഷൺ അവൻ വരുന്ന വഴിയിൽ അവനെ തടഞ്ഞു നിർത്തി. ചേടാ മോനെ അജയ്, എങ്ങനെ ഉണ്ട്? കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. നമസ്കാരം കൊച്ചച്ച, ഞാൻ ഒരു ജോലിയായിട്ട് സിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. സിറ്റിയിലേക്കോ? പക്ഷേ എന്തിനാ? ചേടാ നിനക്ക് അറിയില്ലേ, അജയ് അത് പഠിക്കുന്നു. അത് എന്ത് പറയാം, കെമിസ്ട്രി ഹോണസ് കൊച്ചച്ച. ആ അതെ അതെ. ചേടാ എന്താ ഇത്? നീ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. സുശീലിനെ പോലെ എന്തെങ്കിലും ഗവൺമെന്റ് ജോലി ചെയ്യണമല്ലേ? അപ്പോഴേ നമ്മളുടെ ഗ്രാമത്തിന് എന്തെങ്കിലും നല്ലത് നടക്കും. ഒരു കുഴപ്പം ഇല്ല ചേട്ടാ, നമ്മളുടെ ഗ്രാമത്തിലേക്ക് നല്ലത് നടക്കും. അതും വേഗം തന്നെ. നിങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. അജയ് തലയാട്ടി ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് തന്റെ വഴി നോക്കി നടക്കാൻ തുടങ്ങി. ബ്രിജ് ഭൂഷണും വിമലും അവരുടെ സംസാരം തുടർന്നു. വൈകുന്നേരം ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീയെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കാം. അവർ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുകയാണ്. തന്റെ മരുന്നിനും ഗുളികൾക്കും കാശ് അടയ്ക്കാൻ. ബില്ല് 1770 ആണ്. 1770? പക്ഷെ മരുന്നിന്റെ വില വെറും 340 രൂപയല്ലേ? ചേടാ ഇവിടെ നോക്കമ്മേ, മരുന്നിന്റെ കൂടെ ചെക്കപ്പിന് പൈസ വേണമല്ലേ? പക്ഷേ മോനെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഫ്രീ ആയിട്ടല്ലേ ചെയ്യുക? ചേടാ ഇവിടെ നോക്കമ്മേ, നിങ്ങൾക്ക് ചെക്കപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഇത്ര മെഷീനുകളും ഉണ്ട്. അതിന് കറണ്ട്, ഡോക്ടറുടെ സമയം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതിനൊക്കെ ആരാണ് പൈസ തരും? പക്ഷേ മോനെ, അതിനിടയ്ക്ക് അവരുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾ അവരെ കളിയാക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നു, ബില്ല് അടച്ചിട്ട് ഇവിടെ നിന്ന് പോന്ന് പറയുന്നു. അവരുടെ ശല്യം കാരണം അവർ ബില്ല് അടച്ചോ. ബില്ല് കെട്ടിയിട്ട് അവർ അവിടെ നിന്നും പോയതും മറ്റുള്ളവരൊക്കെ മുൻപിലോട്ട് വന്നു. ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ആ അമ്മ വളരെ ദേഷ്യത്തോടെ തന്നെ എന്തോ പുലമ്പിക്കൊണ്ടേ വന്നു. ഉണ്ടായിരുന്ന കാശൊക്കെ ഇവിടെ തന്നെ ചെലവായി. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെന്ന് എന്ത് ചെയ്യും? ഗവൺമെന്റ് ജോലിക്കാര് അരി വാങ്ങാനുള്ള കാശ് പോലും വിട്ടുവെക്കുന്നില്ല. അവർ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി അജയുടെ വീടിന്റെ കാഴ്ചയാണ് കാണുന്നത്. അജയ് തന്റെ ചെയറിൽ ഇരിക്കുകയാണ്. ഏതോ രാസപദാർത്ഥങ്ങൾ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണ്. നോട്ട്ബുക്കിൽ എഴുതുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു ദ്രാവകം രൂപം കൊള്ളുകയാണ്. അതിൽ നിന്നും പുക വരാൻ തുടങ്ങുകയാണ്. പിന്നെ അത്
കഥ അനങ്ങാനും തുടങ്ങുന്നു. അജയ് എണീറ്റ് നോക്കുന്നു എന്ത് സംഭവിക്കുന്നുവെന്ന്. പെട്ടെന്ന് ഒരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നു. എന്നിട്ട് അജയ് ചെയറിൽ നിന്നും താഴേക്ക് വീണു. ആ ദ്രാവകം ചെയറിന്റെ മേലിലേക്ക് വീണു. അജയ് എണീറ്റു, കർച്ചിഫ് കൊണ്ട് തന്റെ മൂക്ക് മൂടി. എന്നിട്ട് നോക്കി, ആ ദ്രാവകം ഒരു വിചിത്രമായ രീതിയിൽ ആ ചെയറിനോടൊപ്പം യോജിക്കുകയാണ്. അവൻ ഞെട്ടലോടെ അത് നോക്കുകയാണ്. പിന്നെ ആ ദ്രാവകം തിളയ്ക്കുന്ന ശബ്ദം ആ മുറി മുഴുവൻ കേൾക്കുന്നു. ഇത് ആഴ്ചയിലെ ചന്തയുടെ ദിവസമാണ്. അവിടെ ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ കൂടിയിരിക്കുകയാണ്. ആശുപത്രിയിൽ വെച്ച് കണ്ട അതേ അമ്മ ഇപ്പോൾ ആപ്പിളിന്റെ വില ചോദിക്കുകയാണ്. കിലോ 270 അമ്മേ. അത്ര വിലയോ? അനിയ, നിങ്ങൾ ഇത്ര വിലയ്ക്ക് പഴം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യാനാ? ചേടാ, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഏത് വിലയിൽ വാങ്ങുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ വിൽക്കാൻ പറ്റും. പക്ഷേ അനിയ, ചേടാ ഒന്നും സംസാരിക്കല്ലമ്മേ. വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, എന്നെ കൊണ്ട് വില കുറയ്ക്കാൻ പറ്റില്ല. ആ അമ്മയ്ക്ക് വളരെ വിഷമമായി. അവരാകെ തളർന്നുപോയി. അവിടെ നിന്നും പോകാൻ തുടങ്ങി. അപ്പോഴാണ് അജയ് അവിടേക്ക് വന്നത്. എന്നിട്ട് അവരെ വീണ്ടും വിളിച്ചു. അമ്മേ നിൽക്കൂ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആപ്പിൾ വാങ്ങിച്ചു തരാം. നല്ല കാര്യമാണ്, തരൂ. എത്രയ്ക്ക് വേണം? അല്ല സാരമില്ല, ഇരിക്കട്ടെ മോനെ, ഞാൻ വെറുതെയാണ് വില ചോദിച്ചത്. ചേട്ടാ കുഴപ്പമില്ല അമ്മേ, ഞാൻ നിങ്ങൾക്ക് മകനെ പോലെയല്ലേ. ഒരു കാര്യം ചെയ്യൂ, എല്ലാ ആപ്പിളിനെയും തന്നേക്ക്. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനോ? അതെന്താ കണ്ടീഷൻ? നിങ്ങൾ വന്ന് ഈ ചെയറിൽ ഇരിക്കണം. പിന്നെ നിങ്ങൾ പറയുന്ന ആപ്പിളിന്റെ വില ശരിയാണെന്ന് എൻ്റെ അടുത്ത് പറയണം. ചേരോ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. കുഴപ്പമില്ല, നിങ്ങൾ ചെയറിൽ വന്നിരുന്ന് വില പറയൂ. ഞാൻ നിങ്ങളുടെ മുഴുവൻ ആപ്പിളിനെയും വാങ്ങിച്ചോളാം. കടക്കാരൻ കുറച്ചു സമയം ചിന്തിച്ചു. എന്നിട്ട് ശരിയെന്ന് തലകുലുക്കി സമ്മതിച്ചു. ശരി ശരി, ആ ചെയർ എവിടെ ഉണ്ട്? അജയ് ആ ചെയറ് കടയുടെ മുൻപിൽ വെച്ചു. എന്നിട്ട് കടക്കാരനോട് അതിലിരിക്കാനായി അവൻ പറഞ്ഞു. ശരി പറയൂ, ഈ ആപ്പിളിനെ നിങ്ങൾ കിലോ എത്ര രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നു? ചേട്ടാ, ഇതെല്ലാം പഴയ വസ്തുക്കളാണ്. ഞാൻ ഇതിനെ കിലോ 80 രൂപയ്ക്കാണ് വാങ്ങിക്കൊണ്ടുവന്നത്. കടക്കാരൻ ഉടനെ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അദ്ദേഹം എന്തു പറഞ്ഞെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. എന്നിട്ട് ആ കാര്യം മറയ്ക്കാനായി അദ്ദേഹം ശ്രമിച്ചു. ഇല്ല ഇല്ല, ഇതെല്ലാം തെറ്റാണ്. ഞങ്ങളോട് വില അധികമെന്ന് പറയുന്നു, എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ കണ്ടു അമ്മേ, ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കല്ലേ? ഇല്ല അമ്മേ, ഇതെല്ലാം കള്ളമാണ്. അങ്ങനെയാണോ? ഇതെല്ലാം കള്ളമോ? ഇതെല്ലാം സത്യമില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞത്? ചേട്ടാ, എനിക്ക് എങ്ങനെ ഇതെല്ലാം അറിയും? നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കില്ല എന്ന് കരുതി. ശരി വരൂ, ഞാൻ 1 കിലോവിന് 1 കിലോ ഫ്രീ ആയിട്ട് തരുന്നു. ചന്തയിലുണ്ടായിരുന്ന എല്ലാരും ഇത് ശ്രദ്ധിച്ചു. എന്നിട്ട് അവർക്കിടയിൽ അവർ സംസാരിച്ചു. അതിനുശേഷം പോയി. അതുകൊണ്ട് കടക്കാരന്റെ ഈ വൃത്തികെട്ട പ്രവൃത്തി എല്ലാവരുടെ മുൻപിലും പുറത്തേക്ക് വന്നു. അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. തോറ്റുപോയ വിഷമത്തോടെ തലയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അജയ് തന്റെ മാന്ത്രിക കസേരയോടൊപ്പം ഗ്രാമത്തിലെ വഴിയിൽ കൂടി നടന്നു ചെന്നു. എന്നിട്ട് തന്നെ ചുറ്റി നടക്കുന്ന കാര്യങ്ങൾ അവൻ ശ്രദ്ധിച്ചു. അവിടെയുള്ള റോഡിന്റെ അവസ്ഥ അവൻ നോക്കി. ഇപ്പോഴും ആ റോഡൊക്കെ പൊട്ടി കുഴി കുഴിയായി ഇരുന്നു. അത് കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങൾ നീളത്തിലുള്ള വരിയിൽ വെള്ളത്തിനു വേണ്ടി നിൽക്കുകയാണ്. പശുക്കളൊക്കെ ചവറിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമം മുഴുവനുമുള്ള ജീവിത സാഹചര്യം ഇപ്പോൾ വളരെ മോശമാണ്. തിരികെ വരുന്ന വഴിയിൽ അജയ് ഒരു ബാനർ കടന്നു വരികയായിരുന്നു. അതിൽ ആ ഗ്രാമത്തിലെ MLA പ്രചാരം നടക്കുകയാണ്. വോട്ട് കേൾക്കാനായി അപ്രോച്ച് ചെയ്യുകയാണ്. അജയ് 1 മിനിറ്റ് നിന്നു. ആ പോസ്റ്ററിലേക്ക് അവൻ നോക്കി. അപ്പോൾ അവന് മനസ്സിലായി, ഈ യുദ്ധം ചെറുതല്ല, ഇത് മാറ്റത്തിനുള്ള സമയമാണെന്ന്. അതിനുശേഷം അവൻ ചെന്നു. അന്ന് രാത്രി അജയ് വീട്ടിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോഴാണ് വീടിന്റെ കതക് ആരോ തട്ടിയത്. അവൻ എണീറ്റ് ചെന്ന് കതക് തുറന്നു. അവിടെ നോക്കിയപ്പോൾ അതേ കടക്കാരൻ നിൽക്കുകയായിരുന്നു. അയാളുടെ മുഖംമൂടിയാണ് എല്ലാവരും മുൻപിൽ വെച്ച് മുടച്ചത്. അജയ് ആ മനുഷ്യനെ ആശ്ചര്യത്തോടെ നോക്കി. ചേട്ടാ നിങ്ങളോ? ചേട്ടാ, നിങ്ങളുടെ ഈ ചെയർ കാരണം എന്റെ കട മൂടിയിട്ടുണ്ട്. എനിക്ക് ദയവ് കാണിക്കൂ. ഇനി മുതൽ ഞാൻ ഫ്രഷായ പഴങ്ങളാണ് വിൽക്കും. അതും ശരിயான വിലക്കാണ് വിൽക്കും. അജയ് ചിരിച്ചു. എന്നിട്ട് ശരിയെന്ന് തലയാട്ടി. അടുത്ത ദിവസം രാവിലെ അജയ് ആ കടക്കാരനോടൊപ്പം നിൽക്കുകയായിരുന്നു. പിന്നെ അവരെ ചുറ്റി ഗ്രാമത്തിലെ ജനങ്ങളും നിൽക്കുകയായിരുന്നു. ബാബുലാൽ ചേട്ടൻ അദ്ദേഹം ചെയ്ത തെറ്റിനെ അറിഞ്ഞു. അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്, ഇനി നല്ല സാധനങ്ങളെ നല്ല വിലക്കാണ് വിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചേട്ടാ? അതെ, ഇനി ഞാൻ ശരിയായ സാധനങ്ങളെ ശരിயான വിലക്കാണ് വിൽക്കും. മോനെ, ഈ ജോലി കഴിഞ്ഞു. പക്ഷേ ഗ്രാമത്തിൽ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ടല്ലേ, നിന്നെ കൊണ്ട് ആ കാര്യങ്ങളെയും ശരി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും മുത്തശ്ശ. അജയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടും ധൈര്യം കൊണ്ടും നിറഞ്ഞിരുന്നു.
അജയ് ഓരോന്നായി ഗ്രാമത്തിലെ ജനങ്ങളുടെ മുൻപിലായി ഡോക്ടർ, കടക്കാരൻ, മറ്റുള്ള എല്ലാ കച്ചവടക്കാരുടെ തെറ്റുകളും പുറത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരും കസേരയിൽ ഇരിക്കുന്നു. പിന്നെ അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം എല്ലാരോടും അവർ പറയുന്നു. അങ്ങനെ അജയുടെ മുഖം കാണിച്ചപ്പോൾ അവന്റെ മുഖത്ത് നല്ലൊരു ചിരി കാണാൻ സാധിച്ചു. വേറെ ആരെങ്കിലും ഉണ്ടേ എന്തോ? കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അജയ് ഗ്രാമത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. എല്ലാരും ചെറിയ പേടിയോടുകൂടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ അജയ് സംസാരിച്ചു. ആ ശാന്തത അവൻ തകർത്തു. നിങ്ങൾ എല്ലാവർക്കും എന്തു പറ്റി? എന്തിനാ എല്ലാവരും ഇത്ര വിഷമത്തോടുണ്ട്? ചേടാ മോനെ, നിനക്ക് തന്നെ അറിയുമല്ലേ, ഇനിയും കുറച്ച് ദിവസങ്ങളിൽ ഇലക്ഷൻ ഉണ്ട്. പോയ പ്രാവശ്യം ഭൂഷണാണ് വിജയിച്ചു. നല്ലത് ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തു. അതേ മോനെ, ഈ പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇങ്ങനെയാണ്. ഇലക്ഷൻ സമയത്ത് വലുതായിട്ട് സംസാരിക്കും. പക്ഷേ അതെല്ലാം കുഴപ്പമില്ല കുച്ചച്ച. ഇപ്രാവശ്യം അങ്ങനെ നടക്കില്ല. ഇപ്രാവശ്യം നമ്മളുടെ അടുത്ത് നമ്മളുടെ മായ ചേരുണ്ടല്ലേ, അവരെ അതിലെ അമർത്തി നമ്മൾ ചോദിക്കാം. ഗ്രാമത്തിലെ ജനങ്ങൾ ഒരു നിമിഷം നിശബ്ദമായി. എന്നിട്ട് ശരിയെന്ന് തലയാട്ടി സമ്മതിച്ചു. മറ്റൊരു പുതിയ പുലർച്ചെ പുലർന്നു. ഗ്രൗണ്ടിൽ ടെന്റ് കൊണ്ടൊരു സ്റ്റേജും പിന്നെ മൈക്രോഫോണും സെറ്റ് ചെയ്തിരുന്നു. സ്റ്റേജിന് പുറകിലായി ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ആ MLAയുടേതാണ്. അദ്ദേഹത്തെയാണ് അജയ് ബാനറിൽ ആദ്യം കണ്ടത്. MLA തന്റെ കാറിൽ വരികയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു കാറും വന്നു. 2 ഗാർഡ് വന്ന് കാറിന്റെ കതക് തുറന്നു. അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം ഗ്രാമത്തിലെ ജനങ്ങളെ ശരിക്ക് നോക്കിയതുപോലുമില്ല. അദ്ദേഹം നേരെ സ്റ്റേജിലേക്ക് ചെന്നു. വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം സ്റ്റേജിൽ സംസാരിച്ചു. പ്രിയമുള്ള ഗ്രാമത്തിലെ മക്കളെ, നിങ്ങൾ എല്ലാവർക്കും എന്റെ നമസ്കാരങ്ങൾ. നിങ്ങൾ എല്ലാവർക്കും ഒരു കാര്യം അറിയും, 5 വർഷങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇലക്ഷൻ വരുന്നുണ്ട്. പോയ പ്രാവശ്യം നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് CCTV, ബസ് സ്റ്റോപ്പ്, എല്ലാ വീട്ടിലേക്കും വെള്ളം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പോയ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യവും നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. വീണ്ടും നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നെ വോട്ടിടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് സേവ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വോട്ടിടുന്നു തലവരെ. പക്ഷേ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? ഞങ്ങൾ കേൾക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. ചേടാ, ഇതാണോ കണ്ടീഷൻ? ശരി, കേൾക്കൂ. അത് അങ്ങനെയല്ല തലവൻ സാറേ. ആദ്യം നിങ്ങൾ ചേരിൽ അമർന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ സേവ ചെയ്യണമല്ലേ, അതിനുശേഷമാണ്. ചേടാ, ഇതെല്ലാം കേൾക്കണമോ? അജയ് കുറച്ച് കുട്ടികളെ നോക്കി ആംഗ്യം കാണിച്ചു. പിന്നെ ആ കുട്ടികൾ ആ കസേര സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അജയും മറ്റുള്ള ഗ്രാമത്തിലെ ജനങ്ങളും MLAയുടെ അടുത്ത് ചെന്ന് നിന്നു. ടേബിളിൽ ട്രേയിൽ കുറച്ച് കഴിക്കുന്ന സാധനങ്ങൾ വെച്ചിരുന്നു. MLA അത് കണ്ടതും അദ്ദേഹത്തിന് കൊതി വന്നു. അതിൽ നിന്നും എടുക്കാനായി അദ്ദേഹം ശ്രമിച്ചപ്പോൾ അജയ് തന്റെ കൈ ടേബിളിൽ വെച്ചു. നേരെ MLAയുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി ആത്മവിശ്വാസം നിറഞ്ഞ ഒരു ചിരിയോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. MLA കുറച്ചു സമയം ആ കസേരയിൽ പുറകിലോട്ട് ചാഞ്ഞു. ചെറുതായി സന്തോഷിച്ചു. ശരി, പറയൂ തലവൻ സാറേ. ഞങ്ങളുടെ ഗ്രാമത്തിൽ പോയ കൊല്ലം സോളാർ ലൈറ്റ് ഇടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതെല്ലാം എവിടെ പോയി? ചേടാ, അതിൽ 6 എടുത്താണ് ഞാൻ എന്റെ വീട്ടിലിട്ടു. പിന്നെ മറ്റുള്ളത് ഇവിടെ എന്താണ് നടക്കുന്നത്? ചേടാ, ഉത്തരം പറയൂ തലവരെ. അതിനെ ഞാൻ വിറ്റ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? MLA ഒന്ന് പേടിച്ചു. ഉടനെ അദ്ദേഹം അവിടെ നിന്നും എണീറ്റ് പോകാനായി ശ്രമിച്ചു. പക്ഷേ ബ്രിജ്ഭൂഷണും വിമലും അദ്ദേഹത്തിന്റെ തോളത്ത് കൈവച്ച് അദ്ദേഹത്തെ വീണ്ടും നിർബന്ധിച്ച് അതിലിരുത്തി. ഗ്രാമത്തിലെ റോഡ് പണി ചെയ്യുന്നതായി പറഞ്ഞില്ലേ, അതെന്തായി? ആ പൈസയിനെ എന്റെ പാർട്ടിയിലെ ആൾക്കാരെല്ലാം ചേർന്ന് ഗാളി ചെയ്തല്ലേ. MLA വായ അടച്ചു പിടിച്ചു. എന്നിട്ട് തന്റെ കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ദേഷ്യത്തോടെ നോക്കി. ചില സത്യങ്ങൾ പുറത്തു വന്നു. പക്ഷെ ഈ തെറ്റുകളൊക്കെ തിരുത്താൻ അത് മാത്രം മതിയാവില്ല. ഇപ്പോൾ എന്ത് ചെയ്യാനാ? അദ്ദേഹം പാരിപ്പോയി. ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മളുടെ ഗ്രാമം വീണ്ടും റൗഡികൾ കൊണ്ട് തന്നെ നടക്കും. അയാള് സിംഹമാണെങ്കിൽ നമ്മൾ എല്ലാവരും സിംഹം കുട്ടികളാണ്. സുശീലിനെ വിളിക്കൂ. അടുത്ത ദിവസം ഒരു യുവാവ് സ്റ്റേജ് ശരിയാക്കി. പിന്നെ സ്റ്റേജിന് ചുറ്റും ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്നു ചേർന്നു. പെട്ടെന്ന് തന്നെ MLA 2 മന്ത്രികളോടൊപ്പം അവിടേക്ക് വന്നു. MLA മീറ്റിംഗിൽ കസേരയിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹത്തിന്റെ 2 മന്ത്രിമാർ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു.
സർ, ഈ വർഷവും ഈ പ്രീ ഇലക്ഷൻ കോൺഫറൻസ് എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പറഞ്ഞതെന്നാൽ നിങ്ങളുടെ ഭരണം കൊണ്ട് ഈ ഗ്രാമത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? തീർച്ചയായിട്ടും ഞാൻ എന്റെ മുഴുവൻ മനസ്സോട് എന്താ പറയുന്നുവെന്ന് വെച്ചാൽ എന്റെ സ്വാർത്ഥത്തിന് വേണ്ടി ഗ്രാമത്തിന്റെ പൈസയെ ഞാനാണ് ഉപയോഗിച്ചത്. ഞാൻ എന്റെ റൗഡികളിനെ കൊണ്ട് ഗ്രാമത്തിൽ വിലയോർന്ന സാധനങ്ങളെയും പിന്നെ കള്ള ബില്ലുകൾ പിന്നെ ലഞ്ചവും വസൂൽ ചെയ്തു. ഇതുപോലെ കുറെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ എന്റെ ഗ്രാമത്തിനെ കൊള്ളയടിച്ചു. എല്ലാ കാഴ്ചകളും വീഡിയോയിൽ റെക്കോർഡായി. ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ ആകെ ഞെട്ടിപ്പോയി. MLAക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന്. അധികം പുറകിലോട്ട് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. ഇത് അതേ മാന്ത്രിക കസേരയാണ്. ഗ്രാമത്തിൽ പോയപ്പോൾ അദ്ദേഹം അത് കണ്ടാണ് പേടിച്ചോടിയത്. അതിനുശേഷം അദ്ദേഹം ആ യുവാവിനെ നോക്കി. ഇത് തയ്യാറാക്കിയല്ലോ ആ യുവാവിനെ. സുശീൽ ആ ഗ്രാമത്തിലുള്ള മറ്റൊരു യുവാവാണ്. അവനാണ് ഗവൺമെന്റ് ഓഫീസിൽ ക്ലർക്ക് ജോലി ചെയ്യുകയാണ്. പോലീസ് ഓഫീസേഴ്സ് അവിടേക്ക് വന്നു. പിന്നെ MLAയെ അതേ സ്റ്റേജിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സീൻ സുശീലിന്റെ കാഴ്ചയിൽ അവസാനിച്ചു. അവൻ പുറത്തു നോക്കിയപ്പോൾ ആ ആൾക്കാരുടെ ഇടയ്ക്ക് അജയ് ഇരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുകയായിരുന്നു. അജയ് പിന്നെ സുശീലും അവരോടൊപ്പം ഇരിക്കുകയായിരുന്നു. ചേടാ, എന്താ ഇത്? ഗ്രാമത്തെ MLA ഇലക്ഷനിൽ ഇന്നൊരു കള്ളനും വന്നിരിക്കുന്നുവെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ആ മായച്ചേരനെ വീണ്ടും കൊണ്ടുവരണമോ? അപ്പോഴാണ് ഗ്രാമത്തിലെ ജനങ്ങൾ ഭയങ്കരമായി ശബ്ദമിട്ട് ചിരിച്ചത്. പിന്നെ ഇതാണ് ഈ കഥയുടെ അവസാനം.